കൊച്ചി അമൃത ആശുപത്രിയിൽ AI അധിഷ്ഠിത റോബോട്ടിക് സഹായത്തോടെ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ സംവിധാനം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി പി രാജീവ് റോബോട്ടിക് ഗേറ്റ് ട്രെയിനറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യന് ഏറ്റവും സൗകര്യപ്രദമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി നല്ലൊരു ജീവിതം സാധ്യമാക്കുന്ന ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഇനിയും ഉയർന്നു വരണമെന്ന് മന്ത്രി പറഞ്ഞു. സ്ട്രോക്ക് ബാധിച്ചവർക്കും നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് നടക്കാൻ സാധിക്കാത്തവർക്കും ഫിസിയോതെറാപ്പിയിലൂടെ ഒരു കാൽത്താങ്ങാവുകയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ സ്ഥാപിച്ച AI അധിഷ്ഠിത റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ സംവിധാനം. AI അധിഷ്ഠിത റോബോട്ടിക് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൽ വീഴുമെന്ന ഭയമില്ലാതെ രോഗികൾക്ക് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രെഡ്മില്ലിൽ നിൽക്കാനും നടക്കാനും കഴിയും. പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഇന്ന് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ 20% ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആർക്കും അറിയില്ലെങ്കിലും ഈ ചെറിയ സംസ്ഥാനമാണ്, കേരളമാണ്. നമ്മൾ ഇന്ത്യയുടെ ഒരു 2.8% പോപ്പുലേഷനേ ഉള്ളൂ, 1.6% ലാൻഡ്സ്കേപ്പ് വ്യൂ ഉള്ളൂ. പക്ഷേ ഈ ചെറിയ സ്ഥലമാണ് 20% മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ മൊത്തം ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ ലാർജസ്റ്റ് ബ്ലഡ് ബാങ്ക് മാനുഫാക്ചറിങ് കമ്പനി ഇൻ കേരള. അതിവേഗത്തിലാണ് നമ്മൾ മാറുന്നത്. അതിനിപ്പോൾ ഈ സംവിധാനം എങ്ങനെ മനുഷ്യരെ കുറേ കൂടി നല്ല രീതിയിൽ ഒരു അഭിമാനത്തോടു കൂടി ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടിയാണ്. നമ്മൾ ആദ്യമായി ഇപ്പോൾ അമൃതയാണ് ഫസ്റ്റ് കേരളത്തിൽ 5ാമത്തെ പ്രൊഡക്റ്റാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇത്തരം സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിൽ അമൃത ഹോസ്പിറ്റൽ എല്ലാ കാലവും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് കൂടെ വന്നിരുന്നു നമ്മുടെ മൊബൈൽ ഡയഗ്നോസ്റ്റിക് വാൻ. അപ്പോൾ അന്നത്തെ കാലമല്ലോ, അതിനുശേഷം കുറേ ഉണ്ട്. അമൃത നിരന്തരം പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിംഗപ്പൂരിൽ നിന്ന് നല്ല രീതിയിലുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. രോഗികളെ വളരെ വേഗത്തിൽ നടക്കാൻ പ്രാപ്തരാക്കുന്നു എന്നതിനൊപ്പം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവരുടെ സുരക്ഷിതത്വം പൂർണ്ണമായും ഉറപ്പാക്കുന്നതാണ് G-Gaiter സംവിധാനത്തിന്റെ പ്രത്യേകത. We saw those who are unconscious and not waking up, and we got hyperbaric oxygen therapy. It's been running for a decade, one of the longest and biggest services in the country right now. People wake up, they get better, they go home. But then we found they weren't walking properly, so we needed robots. അമൃത ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മേധാവി ഡോക്ടർ രവി ശങ്കരൻ, പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം ചെയർമാൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.